ഇൻഫോടെയിൻമെന്റിലേക്ക് സ്വാഗതം. ഇന്ന് ഭൂമിയിലെ ഏറ്റവും നിഗൂഢമായ സ്ഥലങ്ങളിലൊന്നായ ബർമുഡ ട്രയാങ്കിളിന്റെ നിഗൂഢതകളിലേക്ക് നാം ആഴ്ന്നിറങ്ങുന്നു. ഡെവിൾസ് ട്രയാങ്കിൾ എന്നും അറിയപ്പെടുന്ന ബർമുഡ ട്രയാങ്കിൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഏകദേശം 5 ലക്ഷം ചതുശ്ര മൈൽ. കപ്പലുകളുടെയും വിമാനങ്ങളുടെയും ദുരൂഹമായ തിരോധാനത്തിന് ഇത് പ്രശസ്തമാണ്. 20-ആം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വിശദീകരിക്കാനാകാത്ത അപ്രത്യക്ഷമായതിന്റെ റിപ്പോർട്ടുകൾ ഉയർന്നുവരാൻ തുടങ്ങിയതോടെയാണ് നിഗൂഢത ആരംഭിച്ചത്. 1945-ൽ ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷമായ 5 യുഎസ് നേവി ബോംബറുകളുടെ ഒരു സ്ക്വാഡ്രൺ ഫ്ലൈറ്റ് 19 ആണ് ഏറ്റവും പ്രശസ്തമായ കേസ്. ഫ്ലൈറ്റ് 19ന്റെ തിരോധാനം വ്യാപകമായ ഊഹാപോഹങ്ങൾക്ക് കാരണമായി. അവർ ഒരു വിചിത്ര പ്രതിഭാസത്തിന്റെ ഇരകളായിരുന്നോ അതോ കൂടുതൽ ലൗകികമായ വിശദീകരണമുണ്ടോ? നമുക്ക് സിദ്ധാന്തങ്ങളിലേക്ക് കടക്കാം. പെട്ടെന്നുള്ള കൊടുങ്കാറ്റുകൾ, തെമ്മാടി തരംഗങ്ങൾ, അല്ലെങ്കിൽ മീഥേൻ ഹൈഡ്രേറ്റുകൾ എന്നിവ ജലത്തിന്റെ ഉന്മേഷത്തെ തടസ്സപ്പെടുത്തുന്ന പ്രകൃതിദത്തമായ വിശദീകരണങ്ങളെ ആദ്യ സിദ്ധാന്തം നിർദ്ദേശിക്കുന്നു. പ്രവചനാതീതമായ കാലാവസ്ഥയ്ക്കും ശക്തമായ കൊടുങ്കാറ്റിനും സാധ്യതയുള്ള പ്രദേശത്താണ് ബർമുഡ ട്രയാങ്കിൾ സ്ഥിതി ചെയ്യുന്നത്. ഈ കൊടുങ്കാറ്റുകൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഇത് നാവിഗേഷൻ അപകടമാക്കുന്നു. മീഥേൻ ഹൈഡ്രേറ്റുകൾ മറ്റൊരു സ്വാഭാവിക വിശദീകരണമാണ്. സമുദ്രത്തിന്റെ അടിത്തട്ടിലുള്ള ഈ ശീതീകരിച്ച മീഥേൻ പോക്കറ്റുകൾ പെട്ടെന്ന് വാതകം പുറത്തുവിടുമ്പോൾ അവയ്ക്ക് ജലത്തിന്റെ സാന്ദ്രത കുറയ്ക്കാൻ കഴിയും. ഇത് കപ്പലുകൾ അതിവേഗം മുങ്ങാൻ ഇടയാക്കും. എന്നാൽ എല്ലാ സിദ്ധാന്തങ്ങളും സ്വാഭാവികമല്ല. ചിലർ അന്യഗ്രഹ പങ്കാളിത്തമോ മറ്റ് അസാധാരണമായ വിശദീകരണങ്ങളോ നിർദ്ദേശിക്കുന്നു. അതേ, യുഎഫ്ഒകളും അന്യഗ്രഹ തട്ടിക്കൊണ്ടുപോകലുകളും. അന്യഗ്രഹജീവികൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു പോർട്ടലായോ അടിസ്ഥാനമോ ആയി ബർമുഡ ട്രയാങ്കിൾ ഉപയോഗിക്കുന്നുവെന്ന് ചിലർ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും ഈ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്നതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. അപ്രത്യക്ഷമായതിന് ഒരൊറ്റ വിശദീകരണവുമില്ലെന്ന് മിക്ക ശാസ്ത്രജ്ഞരും സമ്മതിക്കുന്നു. മനുഷ്യ പിശകുകൾ, ഉപകരണങ്ങളുടെ പരാജയം, പ്രകൃതി പ്രതിഭാസങ്ങൾ എന്നിവയെല്ലാം സംഭവങ്ങൾക്ക് കാരണമാകുന്നു. ബർമുഡ ട്രയാങ്കിൾ സമുദ്രത്തിന്റെ മറ്റേതൊരു ഭാഗത്തേക്കാളും അപകടമല്ലെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. നാവിഗേഷൻ പിശകുകളോ അപ്രതീക്ഷിതമായ കാലാവസ്ഥയോ ആണ് പലപ്പോഴും അപ്രത്യക്ഷമാകുന്നത്. സാങ്കേതികവിദ്യയിലെ പുരോഗതിയും സമുദ്രത്തെക്കുറിച്ചുള്ള മികച്ച ധാരണയും സമീപ വർഷങ്ങളിൽ സംഭവങ്ങളുടെ എണ്ണം ഗണ്യമായി കുറച്ചിട്ടുണ്ട്. ഉപസംഹാരമായി, ബെർമുഡ ട്രയാങ്കിൾ ഒരു കൗതുകകരമായ വിഷയമായി തുടരുമ്പോൾ അതിനെ വിമർശനാത്മക മനസ്സോടെ സമീപിക്കേണ്ടത് പ്രധാനമാണ്. സമുദ്രം വിശാലവും പ്രവചനാതീതവുമാണ്. ചിലപ്പോൾ ഏറ്റവും ലളിതമായ വിശദീകരണങ്ങളാണ് ഏറ്റവും കൂടുതൽ. ബർമുഡ ട്രയാങ്കിൾ നമ്മുടെ ഭാവനയെ പിടിച്ചെടുക്കുന്നത് തുടരുന്നു. നമ്മുടെ ലോകത്ത് ഇപ്പോഴും നിലനിൽക്കുന്ന നിഗൂഢതകളെ ഓർമ്മിപ്പിക്കുന്നു. ബർമുഡ ട്രയാങ്കിളിലേക്കുള്ള ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. സ്വന്തമായി എന്തെങ്കിലും സിദ്ധാന്തങ്ങൾ ഉണ്ടോ? ചുവടെയുള്ള അഭിപ്രായങ്ങളിൽ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾ ഈ വീഡിയോ ആസ്വദിച്ചെങ്കിൽ ഒരു തംസ് അപ്പ് നൽകി കൂടുതൽ കൗതുകകരമായ ഉള്ളടക്കം ഇൻഫോടെയിൻമെന്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത തവണ വരെ ആകാംക്ഷയോടെ തുടരുക.